നമസ്കാരം. കുറച്ചു കാലമായി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യപ്രകാരം ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്നുള്ള ടോപ്പിക്കാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒറ്റ ക്ലാസ് കൊണ്ട് ഇതിലെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടുതലായിരിക്കും. 1 മണിക്കൂറിൽ കൂടുതൽ നീളുന്ന വീഡിയോ ആയിരിക്കും. എനിക്കറിയാം, അത്തരം ദൈർഘ്യമുള്ള വീഡിയോകളൊന്നും ഉദ്യോഗാർത്ഥികൾക്ക് കാണാൻ താല്പര്യമില്ല. 5 മിനിറ്റ് 10 മിനിറ്റ് ഒരുപാട് കാര്യങ്ങളൊന്നും കുത്തി നിറയ്ക്കാത്ത വീഡിയോകളാണ് എല്ലാവർക്കും താല്പര്യമെന്നറിയാം. അങ്ങനെയുള്ള വീഡിയോസിനാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്, കൂടുതൽ അഭിപ്രായം കിട്ടുന്നത്. ദൈർഘ്യമുള്ള വീഡിയോകൾ ആരും തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഗുണപ്പെടണം, നിങ്ങൾക്ക് ഗുണപ്പെടണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് എപ്പോഴും ആസ്ഥ അക്കാഡമി ഈ ക്ലാസ്സുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തേതും. ഇന്നത്തെ ഈ ക്ലാസ് അവസാനം വരെ കാണാൻ തയ്യാറാകുന്ന ഒരാൾക്ക് ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്നുള്ള ഭാഗത്ത് നല്ലൊരു അവയർനെസ്, ബോധം ലഭിക്കും. ഇത് ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നോട്ട് തരും. അതുകൂടി വായിക്കാനായിട്ട് ശ്രമിച്ചാൽ പിന്നീട് ഓരോരോ പദ്ധതികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ഇനി ഈ ഭാഗം നിങ്ങൾക്ക് വെല്ലുവിളിയാകില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുണ്ട്. ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഞാനിപ്പോൾ നൽകുന്ന ക്ലാസ്, ആ ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നോട്ട്സൊക്കെ ഇതിനകത്തുണ്ട്. ഇത് ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. 125 രൂപ മാത്രമാണ് പുസ്തകത്തിൻ്റെ വില. വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന, ജീവശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകം. ഒരുപാട് വായിച്ച് നിങ്ങൾ പാടുപെടേണ്ട കാര്യമൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പുസ്തകം എന്ന് ഞാൻ പറയും. ഞാൻ തയ്യാറാക്കിയ പുസ്തകമാണ്. പൂർണ്ണമായിട്ടും ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. തിരക്കുള്ള നമ്പറാണ്, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടത്തില്ല. മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്തോളാം. അതുപോലെ മറ്റൊരു കാര്യം, പേയ്മെൻറ്റ് ആസ്ഥ അക്കാഡമിയുടെ UPI വഴി മാത്രമേ ചെയ്യാവൂ. QR കോഡ് അയച്ചു തരത്തില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരത്തില്ല. അപ്പോൾ ഞങ്ങൾ അയക്കുന്നത് ഏതാണ്, നമ്മുടെ ഈ പറഞ്ഞ UPI ആണ്. QR.aastha.ac@SIB എന്ന് പറയുന്ന UPI വഴി മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. ശരി, അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. നമ്മുടെ ടോപ്പിക് എന്താണ്? കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. അപ്പോൾ ഞാൻ അജിത് സുമേരു, ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ YouTube ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആർദ്ര കേരളം പദ്ധതിയെക്കുറിച്ചാണ്. ആർദ്ര കേരളം പദ്ധതി അഥവാ ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനം, വേറെ രീതിയിൽ പറഞ്ഞാൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക, കൂടുതൽ സൗകര്യങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്ര കേരളം പദ്ധതി. അപ്പോൾ എന്താണ് ആർദ്ര കേരളം പദ്ധതി എന്ന് ചോദിച്ചാൽ, നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളെ കൂടുതൽ രോഗീ സൗഹൃദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്ര കേരളം പദ്ധതി. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അടുത്തത് നോക്ക്, മൃത സഞ്ജീവനി പദ്ധതി. അല്ലേ, ഒരുപാട് ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു പദ്ധതിയാണ് മൃത സഞ്ജീവനി പദ്ധതി. എന്താണ് മൃതസഞ്ജീവനി പദ്ധതി എന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവ ദാന പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പൂർണ്ണ അവയവ ദാന പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി പദ്ധതി. അല്ലേ?
അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, നൽകുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് ഏത്, മൃതസഞ്ജീവനി പദ്ധതി. ഇവിടെ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ഒരു ചലച്ചിത്ര താരമാണ്. ആര് എന്ന് ചോദിച്ചാൽ മോഹൻലാലാണ്. ആരാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ മോഹൻലാലാണ്. ഇവിടെ ഈ കാര്യം പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് അല്ലേ, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്, 1 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ആരാണ്? ആലൻ ഷെറിൻ എബ്രഹാം അല്ലെ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കണം, ആലൻ ഷെറിൻ എബ്രഹാം. ഈ മൃതസഞ്ജീവനി പദ്ധതി പ്രകാരം ആ കുഞ്ഞിൻ്റെ ഈ പറഞ്ഞ അവയവങ്ങൾ മറ്റു ചിലർക്ക് നൽകിയിരുന്നത് ഈ അടുത്ത കാലത്ത് വാർത്തയായിരുന്നു. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരെന്ന് ചോദിച്ചാൽ ആലൻ ഷെറിൻ എബ്രഹാമിൻ്റെ പേര് പറയാം. അതുപോലെ നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും, രാജ്യത്ത് ആദ്യമായിട്ട് അവയവം മാറ്റിവെക്കലിന് വേണ്ടി മാത്രമുള്ള ഒരു ആശുപത്രി വരുന്നു. അതെവിടെയാണ് വരുന്നത്? അത് കോഴിക്കോടാണ് വരുന്നത് അല്ലെ. ആ ആശുപത്രിക്ക് ആരുടെ പേരിടാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാലും ഈ കുഞ്ഞിൻ്റെ പേരാണ് ആലൻ ഷെറിൻ എബ്രഹാം. അപ്പോൾ എന്താണ് മൃതസഞ്ജീവനി പദ്ധതി എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് ഏത്, മൃതസഞ്ജീവനി പദ്ധതി. അടുത്തത് നല്ലൊരു ചോദ്യമാണ്, മൃത്യുഞ്ജയം പദ്ധതി. മൃത്യുഞ്ജയം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എലിപ്പനി പ്രതിരോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എലിപ്പനി എന്ന് പറയുന്ന രോഗം, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമാകുന്ന ജന്തുജന്യ രോഗമാണ് എലിപ്പനി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമാകുന്ന ജന്തുജന്യ രോഗമാണ് എലിപ്പനി. ആ എലിപ്പനി രോഗത്തിന് എതിരായിട്ടുള്ള ഈ പറഞ്ഞ പ്രതിരോധ പ്രവർത്തനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, മൃത്യുഞ്ജയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മൃത്യുഞ്ജയം പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഏതിനകത്ത് വരുന്നത്, മൃത്യുഞ്ജയം പദ്ധതിക്കകത്ത് വരുന്നത്. അവിടെ ഞാനൊരു പോയിന്റ് പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമാകുന്ന ജന്തുജന്യ രോഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, എലിപ്പനിയാണ്. എലിപ്പനിക്ക് കാരണം എന്താണ് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കും. എലിപ്പനിക്ക് കാരണമാകുന്നത് ബാക്ടീരിയയാണ്. എലിപ്പനിക്ക് കാരണമാകുന്നത് ബാക്ടീരിയയാണ് അല്ലെ. എലിയുടെ മൂത്രത്തിലൂടെ മനുഷ്യനിലോട്ട് ബാക്ടീരിയ ഇൻഫെക്റ്റ് ആകുന്നു അല്ലെ. അപ്പോൾ ആ ബാക്ടീരിയയുടെ പേരെന്ത് എന്ന് കൂടി അറിയണം, ലെപ്റ്റോസ്പൈറ. എലിപ്പനി രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ എന്താണെന്ന് ചോദിച്ചാൽ ലെപ്റ്റോസ്പൈറയാണ്. അതുകൊണ്ട് തന്നെ എലിപ്പനിയെ വേറെ രീതിയിലും പറയാറുണ്ട്, ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗം എന്താണ് എന്ന് ചോദിച്ചാൽ എലിപ്പനിയാണ്. എലിപ്പനിക്ക് വേറൊരു പേര് കൂടിയുണ്ട്, വീൽസ് ഡിസീസ്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്, എലിപ്പനിയാണ്. അപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ്, വീൽസ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. എലിപ്പനി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നൽകി വരുന്ന ഗുളിക ടാബ്ലറ്റാണ് ഡോക്സിസൈക്ലിൻ. ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ ഗുളികകൾ എന്ത് രോഗത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് നൽകി വരുന്നത് എന്ന് ചോദിച്ചാൽ ഡോക്സിസൈക്ലിൻ നൽകുന്നത് എലിപ്പനി പ്രതിരോധത്തിനാണ്. എലിപ്പനി പ്രതിരോധം. അപ്പോൾ എലിപ്പനി പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകളാണ് ഡോക്സിസൈക്ലിൻ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എലിപ്പനി പടരാനുള്ള സാധ്യതയുണ്ട്. പല സ്ഥലത്തും എലിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഈ പദ്ധതി ഓർത്തു വയ്ക്കുക. എന്താണ് മൃത്യുഞ്ജയം പദ്ധതി? എലിപ്പനി പ്രതിരോധ പദ്ധതിയാണ് മൃത്യുഞ്ജയം പദ്ധതി അല്ലേ. എലിപ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു ബാക്ടീരിയയാണ്. അതിൻ്റെ പേരാണ് ലെപ്റ്റോസ്പൈറ. അപ്പോൾ ആ കാര്യം അവിടെ ശ്രദ്ധിച്ച് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് സുകൃതം പദ്ധതി അല്ലെ. എന്താണ് സുകൃതം പദ്ധതി എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ അർബുദ ചികിത്സാ പദ്ധതിയാണ്. സൗജന്യ അർബുദ ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതി. പണ്ട് മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയുടെ പേരും ഇതാണ്, സുകൃതം അല്ലെ.
സുകൃതം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ അർബുദ ചികിത്സാ പദ്ധതിയാണ്. സൗജന്യ അർബുദ ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതി. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിക്കും. സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മമ്മൂട്ടിയാണ്. ആരാണ്? മമ്മൂട്ടി, അല്ലേ? മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാൽ എന്ന് പറഞ്ഞു. അതേസമയം സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയാണ്. അപ്പോൾ സുകൃതം പദ്ധതി എന്ന് പറയുന്നത് അർബുദ രോഗവുമായി ബന്ധപ്പെട്ട സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സുകൃതം പദ്ധതി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതിയുണ്ട്, സ്വാസ്ഥ്യം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. സ്വാസ്ഥ്യം എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് അർബുദ രോഗം തിരിച്ചറിയുക, എത്രയും പെട്ടെന്ന് അർബുദ രോഗം തിരിച്ചറിഞ്ഞ് അതിൻ്റെ ചികിത്സ ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതിയാണ്. അതായത് ഈ പറഞ്ഞ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം, അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം, അല്ലേ? അപ്പോൾ അർബുദ രോഗമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ ഉറപ്പാക്കാം, ജീവൻ രക്ഷിക്കാം. അപ്പോൾ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് സ്വാസ്ഥ്യം പദ്ധതി. അപ്പോൾ സൗജന്യ അർബുദ ചികിത്സ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് സുകൃതം പദ്ധതിയാണ്. അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിനായിട്ടുള്ള പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്വാസ്ഥ്യം പദ്ധതി. സ്വാസ്ഥ്യം പദ്ധതി. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി ഞാൻ പറഞ്ഞു അർബുദ രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്, ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം പദ്ധതി എന്ന് പറഞ്ഞു. അതുപോലെ എയ്ഡ്സ് രോഗ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ആയുർദളം പദ്ധതി. ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. എയ്ഡ്സ് രോഗ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ആയുർദളം പദ്ധതി എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ എയ്ഡ്സ് രോഗ ചികിത്സ സൗജന്യ ചികിത്സ, എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട് സൗജന്യ ചികിത്സ നൽകുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ഉഷസ്, അല്ലേ? അപ്പോൾ എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട് സൗജന്യ ചികിത്സ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം എയ്ഡ്സ് രോഗബാധിതർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നു. ആ പദ്ധതിയുടെ പേരാണ് ഉഷസ്. ആയുർദളം എന്ന് പറയുന്നത് എന്താണ്? ആയുർദളം എന്ന് പറയുന്നത് എയ്ഡ്സ് രോഗത്തെ കുറിച്ചുള്ള ബോധവൽക്കരണ പദ്ധതിയാണ്. അപ്പോൾ ആയുർദളം ബോധവൽക്കരണ പദ്ധതിയും അതേസമയം ഉഷസ് എന്ന് പറയുന്നത് സൗജന്യ എയ്ഡ്സ് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയുമാണ്. വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കണം. സൗജന്യ അർബുദ ചികിത്സയാണ് സുകൃതം. അതേസമയം അർബുദവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണമാണ് ഏത് പദ്ധതി? സ്വാസ്ഥ്യം പദ്ധതി. അപ്പോൾ ആ വ്യത്യാസങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് വയ്ക്കണം. അടുത്തത് മറ്റൊരു പദ്ധതിയിലോട്ട് വരാം, സായം പ്രഭ പദ്ധതി. സായം പ്രഭ പദ്ധതി. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സായം പ്രഭ പദ്ധതി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. ഇത് ആർക്കുള്ള പദ്ധതിയാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പദ്ധതിയാണ് എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. സായം പ്രഭ പദ്ധതി വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾ, മക്കളൊന്നും അടുത്തുണ്ടാവില്ല, അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾ, ഏകാന്തത അനുഭവിക്കുന്ന വയോജനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ ഒരു സമാശ്വാസ പദ്ധതിയാണ്. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കൂടുതൽ ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പകൽ വീട് പദ്ധതിയാണ് ഏത്? സായം പ്രഭ പദ്ധതി. അപ്പോൾ അവർ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും, അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരോടൊപ്പം കൂടിയിരിക്കാനും സംസാരിക്കാനും കുറച്ച് മാനസിക ഉന്മേഷവും ഉല്ലാസവും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പകൽ വീട് പദ്ധതിയാണ് ഏത്? സായം പ്രഭ പദ്ധതി. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട എന്താണ്? സായം പ്രഭ പദ്ധതി എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പകൽ വീട് പദ്ധതിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയുണ്ട്, സല്ലാപം പദ്ധതി, അല്ലേ? അപ്പോൾ സായം പ്രഭ പദ്ധതി വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ സല്ലാപം പദ്ധതിയും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. എന്താണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏകാന്തത അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് മാനസിക ഉന്മേഷവും അതുപോലെ തന്നെ പരിചരണവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സല്ലാപം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം പറഞ്ഞ സായം പ്രഭ പദ്ധതിയും സല്ലാപം പദ്ധതിയും ഏതാണ്ട് ഒന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ മറ്റതൊരു പകൽ വീട് പദ്ധതിയാണ്. ഇവരെല്ലാം ഈ പറഞ്ഞ ഒരു വീട്ടിലോട്ട് കൊണ്ടുപോയി പകൽ സമയത്ത് അവിടെ ഈ പറഞ്ഞ
ജീവിക്കാനും അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പെരുമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സായം പ്രഭ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം സല്ലാപം പദ്ധതിയിൽ അങ്ങനെയില്ല. പകരം ഈ പറഞ്ഞ എന്താണ്, വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കും. ആൾക്കാരിടയ്ക്ക് ഇവരെ സന്ദർശിക്കാൻ വരും, ഫോണിലൂടെയൊക്കെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കും. അങ്ങനെയുള്ള പദ്ധതിയാണ് ഏത്, സല്ലാപം പദ്ധതി. അപ്പോൾ രണ്ട് പദ്ധതികളുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം ഒന്നാണ്, ഏകാന്തത അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് ഉല്ലാസവും ഉന്മേഷവും അതുപോലെ തന്നെ എന്താണ്, സുരക്ഷിതത്വവും പ്രധാനം നൽകുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതൊരു പകൽ വീട് പദ്ധതിയാണ് സായം പ്രഭ പദ്ധതി. അതേസമയം സല്ലാപം എന്ന് പറയുന്നത് ഒരു തരത്തിൽ എന്താണ്, ഒരു കൗൺസിലിംഗ് പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി. മന്ദഹാസം അല്ലെ, മന്ദഹാസം എന്ന് പറയുന്നതും വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ പല്ല് കൊഴിയാനായിട്ട് തുടങ്ങും. പലതരത്തിലുള്ള അപകർഷതാ ബോധവും ചിലപ്പോൾ അത് ആൾക്കാരിൽ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഈ പറഞ്ഞ വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് പല്ല് സെറ്റ് വെച്ച് കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് പല്ല് സെറ്റ് വെച്ച് കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് ഓർമ്മത്തോണി. ഓർമ്മത്തോണി, ആ ഓർമ്മത്തോണി പദ്ധതി ആർക്കുള്ളതാണ്, പേരിലുണ്ട്. ഓർമ്മത്തോണി പദ്ധതി എന്ന് പറയുന്നത് മറവി രോഗം ബാധിച്ച വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. മറവി രോഗം ബാധിച്ച വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓർമ്മത്തോണി പദ്ധതി. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്, താഴെ തന്നിരിക്കുന്നതിൽ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? ഇത് 4 എണ്ണം ഇങ്ങനെ തരും, അല്ലെങ്കിൽ 4, 5, 6 തരും. തന്നിട്ട് 1, 2 മാത്രം, 2, 3 മാത്രം, 3, 4 മാത്രം എന്നിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പദ്ധതികൾ പരിചയപ്പെട്ട് വയ്ക്കണം. ഏതാണ് ആദ്യം പറഞ്ഞത്? സായം പ്രഭാ പദ്ധതി, സല്ലാപം പദ്ധതി, മന്ദഹാസം പദ്ധതി, ഓർമ്മത്തോണി പദ്ധതി. ഇതെല്ലാം വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളാണ് എന്നറിയുക. ഇനി അത് കഴിഞ്ഞിട്ട് തരം തിരിച്ച് ഓരോന്ന് മനസ്സിലാക്കി വയ്ക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വയോമധുരം പദ്ധതി അല്ലേ. വയോമധുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് വയോജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. വയോമധുരം അല്ലേ. ഇതെന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ, വയോജനങ്ങൾ, അതായത് പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വയോജനങ്ങൾ, പ്രമേഹ രോഗം ബാധിച്ച BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് ഏത്, വയോമധുരം പദ്ധതി അല്ലേ. അപ്പോൾ വയോജനങ്ങളാണ്, BPL വിഭാഗത്തിൽപ്പെട്ടവരാണ്, പ്രമേഹ രോഗം ബാധിച്ചവരാണ് അല്ലേ. പ്രമേഹ രോഗ ബാധിതരായിട്ടുള്ള വയോജനങ്ങൾക്ക്, BPL വിഭാഗക്കാരായിട്ടുള്ള വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ആ പദ്ധതിയുടെ പേരാണ് ഏത്, വയോമധുരം. വയോമധുരം. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക്, പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വയോ അമൃതം പദ്ധതി. കേൾക്കുമ്പോൾ തന്നെ അറിയാം, വയോ അമൃതം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, സർക്കാർ വൃദ്ധ സദനങ്ങളിൽ കഴിയുന്ന വയോജനങ്ങൾക്ക്, സർക്കാരിൻ്റെ വൃദ്ധ സദനങ്ങളിൽ കഴിയുന്ന വയോജനങ്ങൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് അല്ലേ. അപ്പോൾ സർക്കാരിൻ്റെ വൃദ്ധ സദനങ്ങളിൽ കഴിയുന്ന വയോജനങ്ങൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ പരിചരണം ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, വയോ അമൃതം അല്ലേ. അപ്പോൾ വയോമധുരം നമുക്ക് തെറ്റത്തില്ല. മധുരം എന്ന് കേൾക്കുമ്പോൾ പ്രമേഹത്തിലോട്ട് വരാം, ഗ്ലൂക്കോമീറ്ററിലോട്ട് വരാം. വയോ അമൃതം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിലോട്ട് പോകണം. സർക്കാർ വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന വയോജനങ്ങൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്, വയോ അമൃതം പദ്ധതി. വയോ അമൃതം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വയോമിത്രം. കേൾക്കുമ്പോൾ തന്നെ അറിയാം വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പോൾ അത് ആർക്ക് എന്ന് ചോദിച്ചാൽ, വയോമിത്രം പദ്ധതി 65 വയസ്സ് കഴിഞ്ഞവർക്ക്. നമ്മൾ സാധാരണഗതിയിൽ വയോജനം എന്ന് പറയുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ വയോജനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ വയോജനം എന്ന് പറയുമ്പോൾ 65 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് സൗജന്യ ചികിത്സ, അതുപോലെ മരുന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് പാലിയേറ്റീവ് കെയർ
എന്നിവ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം, അല്ലെ? വയോജനങ്ങളുടെ സുഹൃത്ത് വയോമിത്രം, അല്ലെ? അപ്പോൾ വയോമിത്രം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 65 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് സൗജന്യ ചികിത്സ, മരുന്ന്, പാലിയേറ്റീവ് കെയർ എന്നിവ ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതിയാണ് ഏത്? വയോമിത്രം പദ്ധതി. വയോമിത്രം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വയോരക്ഷ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വയോരക്ഷ. വയോരക്ഷ എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ വയോജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ചില സമയത്ത് അവർക്ക് പെട്ടെന്ന് ആംബുലൻസ് സേവനം ആവശ്യമായിട്ട് വരും, ചില ഘട്ടങ്ങളിൽ അവർക്ക് നിയമസഹായം ആവശ്യമായിട്ട് വരും, ചില ഘട്ടങ്ങളിൽ അവർക്ക് ചില ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ വയോജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് വയോരക്ഷ, അല്ലെ? വയോരക്ഷ. അപ്പോൾ അത് ഏത് രീതിയിൽ എന്ന് പറഞ്ഞു? ആംബുലൻസ് സേവനം അവർക്ക് ലഭിക്കും, അതുപോലെ തന്നെ നിയമസഹായം അവർക്ക് ലഭിക്കും, അതുപോലെ തന്നെ പുനരധിവാസവും ലഭിക്കും. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനോ അല്ലെങ്കിൽ വീടില്ലാതായി പോവുകയോ ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുനരധിവാസവും ഒക്കെ സർക്കാർ നോക്കും. അപ്പോൾ അടിയന്തര നിയമസഹായം, പുനരധിവാസം, ആംബുലൻസ് സേവനം, അതുപോലെ തന്നെ ഈ പറഞ്ഞ വയോജനങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങൾ, ഇതൊക്കെ ഈ പറഞ്ഞ ലഭ്യമാക്കുന്ന അടിയന്തര ഘട്ടങ്ങളിൽ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി, അല്ലേ? അപ്പോൾ വയോമിത്രവും വയോരക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, വയോമിത്രം 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് സൗജന്യ ചികിത്സ, മരുന്ന്, പാലിയേറ്റീവ് കെയർ ഇത് നൽകുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വയോരക്ഷയ്ക്കകത്ത് അതല്ല, നിയമസഹായം, പുനരധിവാസം, ആംബുലൻസ് സേവനം പോലുള്ളവ അടിയന്തര ഘട്ടങ്ങളിൽ അവർക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരുന്നു? ഇതെല്ലാം വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ തരം തിരിച്ച് പഠിക്കണം. കുറേ പദ്ധതികൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കരുത്, ഓരോ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പഠിക്കണം. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, അല്ലേ? അപ്പോൾ അവിടെ സായം പ്രഭ പദ്ധതിയുണ്ട്, സല്ലാപം പദ്ധതിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഓർമ്മത്തോണി പദ്ധതിയുണ്ട്, അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് മന്ദഹാസം പദ്ധതി, വയോമിത്രം, വയോരക്ഷ, വയോമധുരം, പിന്നെ അത് കഴിഞ്ഞിട്ട് അമൃതം പോലുള്ള പദ്ധതികൾ പറഞ്ഞു. അപ്പോൾ ഈ പദ്ധതികളൊക്കെ കേൾക്കുമ്പോൾ ഇത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് മനസ്സിലാവണം, അല്ലേ? അപ്പോൾ താഴെ പറയുന്നതിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. വേണ്ടി വന്ന ഒരു എസ്ഐ എഴുതാൻ പറ്റണം. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഒരു എസ്ഐ എഴുതാനായിട്ട് പറ്റണം. ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേറൊരു ഭാഗത്തോട്ടാണ് വരേണ്ടത്. നമ്മൾ വരുന്നത് ഈ പറഞ്ഞ വികലാംഗരുടെ കാര്യത്തിലോട്ടാണ്. അതായത് ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഭിന്നശേഷിക്കാർ, അല്ലേ? നമ്മൾ വികലാംഗർ എന്ന് പറയാറില്ല, നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? ഭിന്നശേഷിക്കാർ എന്ന് പറയും, ബഹുമാനപൂർവ്വം പറയുന്നതാണ് ഭിന്നശേഷിക്കാർ, അല്ലേ? അതിലൊരു പദ്ധതിയാണ് അനുയാത്ര എന്ന് പറയുന്ന പദ്ധതി. എന്താണ് അനുയാത്ര എന്ന് പറയുന്ന പദ്ധതി? എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ സമഗ്ര പദ്ധതിയാണ്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ സമഗ്ര പദ്ധതിയാണ് ഏത്? അനുയാത്ര. അപ്പോൾ അനുയാത്ര എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം എന്താണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര പദ്ധതിയാണ് ഏത്? അനുയാത്ര എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വിദ്യാകിരണം, ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് വിദ്യാകിരണം. വിദ്യ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസവും ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്, അല്ലേ? എന്തായാലും വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതിയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം, അല്ലേ? ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ് ഏത്? വിദ്യാകിരണം, അല്ലെ? ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക്, അല്ലെ? അതേസമയം
വിദ്യാ ജ്യോതി എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ഇതും ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. വിദ്യാ ജ്യോതി എന്ന് പറയുന്ന പദ്ധതി എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, ഭിന്നശേഷിക്കാരായുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം, അല്ലെ, വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? വിദ്യാജ്യോതി, അല്ലെ. വിദ്യാകിരണം എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് എന്നുള്ളതാണ്. ഇവിടെ ഇതല്ല, ഇവിടെ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? വിദ്യാജ്യോതി പദ്ധതി. വിദ്യാജ്യോതി പദ്ധതി. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പരിരക്ഷ ഒരു പദ്ധതിയാണ്. പരിരക്ഷാ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പരിരക്ഷ എന്ന് പറയുന്ന പദ്ധതി. നമ്മൾ വയോരക്ഷ എന്ന് പറയുന്ന പദ്ധതി നേരത്തെ പഠിച്ചു. വയോരക്ഷ എന്ന് പറയുന്ന പദ്ധതി എന്താണ്? വയോജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, അല്ലെ. അതുപോലെ തന്നെയാണ് പരിരക്ഷയും. അത് ഭിന്നശേഷിക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, അല്ലെ. ഭിന്നശേഷിക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പരിരക്ഷ, അല്ലെ. വയോജനങ്ങളുടെ കാര്യം ആവുമ്പോൾ അത് വയോരക്ഷ. വയോരക്ഷ. അപ്പോൾ പരിരക്ഷ, അല്ലെ. ഒരു പദ്ധതിയുടെ പേര് പഠിച്ചു, പരിരക്ഷ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അനുയാത്ര ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അതുപോലെ വിദ്യാകിരണം, വിദ്യാജ്യോതി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതി. സ്നേഹയാനം സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതി തന്നെയാണ് സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാവിന്, ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാവിന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാവിന് സൗജന്യമായിട്ട് ഈ ഓട്ടോറിക്ഷ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി, അല്ലേ. അപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാവിന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാവിന് അവർക്കൊരു ഉപജീവന മാർഗവും വരുമാന മാർഗവും ഉണ്ടാവണമല്ലോ. അതിനു വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ഈ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി, അല്ലെ. അപ്പോൾ സ്നേഹയാനം പദ്ധതി എന്ന് പറയുന്നതും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് അതിജീവനം പദ്ധതി. അതിജീവനം പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് അതിജീവനം പദ്ധതി. അതിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ സമഗ്ര പുനരധിവാസം. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് ഏത്? അതിജീവനം പദ്ധതി. അതിജീവനം പദ്ധതി. അപ്പോൾ ഇതെല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്? ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് സുശക്തി പദ്ധതി. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കറണ്ട് അഫയേഴ്സ് ഭാഗത്തും ഈ ചോദ്യം വരും. എന്താണ് സുശക്തി പദ്ധതി എന്ന് ചോദിച്ചാൽ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് സുശക്തി പദ്ധതി. അപ്പോൾ ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുക. നിങ്ങൾ കുടുംബശ്രീ എന്ന് കേട്ടിട്ടുണ്ട്. കുടുംബശ്രീ എന്ന് പറയുന്നത് എന്താണ്? വനിതകളുടെ ശാക്തീകരണത്തിനായിട്ട്, വനിതാ ശാക്തീകരണത്തിനായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി, അല്ലെ. ആ കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് സുശക്തി പദ്ധതി. ഏത് പദ്ധതി? സുശക്തി പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് ഭിന്നശേഷിക്കാരുടെ കാര്യം പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്തും ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഭിന്നശേഷിക്കാർക്ക് സവിശേഷ തിരിച്ചറിയൽ കാർഡുകൾ നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. UDID എന്ന് പറഞ്ഞാൽ എന്താണ്? UDID, യുണൈക്ക് ഡിസബിലിറ്റി ID.
യുണൈക്ക് ഡിസബിലിറ്റി ID എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് സവിശേഷ തിരിച്ചറിയൽ കാർഡ് അല്ലേ. ഇപ്പം നമുക്ക് ആധാർ കാർഡ് ഉണ്ട്. ആധാർ കാർഡ് കൊണ്ട് പല ഉപകാരങ്ങളും നമുക്കുണ്ട്. നമ്മൾ ആരാണ്, എന്താണ് എന്നൊക്കെ തെളിയിക്കാൻ ആധാർ കാർഡ് ഒരു പരിധി വരെ ഉപകാരപ്പെടും അല്ലേ. അതുപോലെ ഭിന്നശേഷിക്കാർക്ക് അതുപോലെ ഒരു കാർഡ് നൽകിയാൽ അവർക്ക് പല ആനുകൂല്യങ്ങളും പലയിടത്തും ഉണ്ട് അല്ലേ. യാത്ര ചെയ്യുമ്പോൾ അല്ലാതെ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ഉണ്ട്. അതിന് ഈ കാർഡ് ഉപകാരപ്പെടും. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് നമ്മുടെ ആധാർ കാർഡ് പോലെ സവിശേഷ തിരിച്ചറിയൽ കാർഡുണ്ട്. ആ കാർഡാണ് UDID കാർഡ് എന്ന് നമ്മൾ പറയുന്നത്. ആ UDID കാർഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ രജിസ്റ്റർ ചെയ്യണം. ഇവർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, നിങ്ങൾ അറിഞ്ഞോ എന്നൊക്കെ അവരെ എന്ത് ചെയ്യണം? അറിയിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരു പ്രചരണ പരിപാടി നടത്തി. അതായത് ഭിന്നശേഷിക്കാരുടെ UDID രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ സർക്കാർ ഈ അടുത്ത കാലത്ത് നടത്തി. ആ പറഞ്ഞ ക്യാമ്പയിൻ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ തന്മുദ്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് UDID കാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിയ പ്രചരണ പരിപാടിയാണ് തന്മുദ്ര. അപ്പോൾ ആ തന്മുദ്ര എന്ന് പറയുന്ന പ്രചരണ പരിപാടിയിലൂടെ ഒരുപാട് പേര് UDID കാർഡിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ, തന്മുദ്ര എന്ന് പറയുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയാണ്. ചില സമയത്ത് മുനിസിപ്പാലിറ്റി എന്ന് ചോദിക്കും. മുനിസിപ്പാലിറ്റി എന്ന് ചോദിച്ചാൽ അത് മഞ്ചേരിയാണ്. അപ്പോൾ UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ മുനിസിപ്പാലിറ്റി മഞ്ചേരിയാണെങ്കിൽ ആദ്യ ജില്ല കോഴിക്കോടാണ്. അതിന് വേണ്ടിയിട്ടൊരു പ്രചരണ പരിപാടി ഉണ്ടായിരുന്നു, തന്മുദ്ര അല്ലെ. നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി. ആ പദ്ധതിയുടെ പേര് സുശക്തി പദ്ധതി. സുശക്തി പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി? ഭിന്നശേഷിക്കാരെ കുടുംബശ്രീ മാതൃകയിൽ എന്ത് ചെയ്യുക? ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സുശക്തി പദ്ധതി അല്ലെ. അപ്പോൾ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് കുറച്ച് പദ്ധതികൾ പറഞ്ഞു. ആ പദ്ധതികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം, ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് ആദ്യം ഓർമ്മ വരണം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ വിദ്യാകിരണമുണ്ട്, വിദ്യാജ്യോതിയുണ്ട്, സ്നേഹയാനമുണ്ട്, പരിരക്ഷയുണ്ട് അല്ലേ. ഇതെല്ലാം സുശക്തിയുണ്ട്, അതുപോലെ തന്നെ അനുയാത്രയുണ്ട്. ഇതെല്ലാം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. നേരത്തെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി പറഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കണം, തരം തിരിച്ച് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. നിരാമയ ഇൻഷുറൻസ് ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. നിരാമയ ഇൻഷുറൻസ്, ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഈ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നിരാമയ ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ ഒരുപാട് വന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതി ആരുടെ പദ്ധതിയാണ്? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്നുള്ളത് ഓർക്കണം. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ ഓട്ടിസം ബാധിച്ച, സെറിബ്രൽ പാൾസി ബാധിച്ച, ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഓട്ടിസം, അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി, അതുപോലെ എന്താണ് ബൗദ്ധിക വെല്ലുവിളി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? നിരാമയ ഇൻഷുറൻസ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. നിരാമയ ഇൻഷുറൻസ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബൗദ്ധിക വെല്ലുവിളി ഒക്കെ നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ് എന്ന് മനസ്സിലാക്കുക. അതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ ഇൻഷുറൻസ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് നിങ്ങൾക്ക് അറിയാം. കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, അതിൻ്റെ കീഴിലാണ് ഈ പറഞ്ഞ ആ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാരുണ്യ ഇൻഷുറൻസ് അത് സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ വേറൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്, നിരാമയ. പക്ഷെ അത് എല്ലാ രോഗങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. 3 രോഗങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്: ഓട്ടിസം, സെറിബ്രൽ പാൾസി, പിന്നെ അത് കഴിഞ്ഞിട്ട് ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്ക് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് മെഡിസെപ്പ് എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി അറിയാമോ? മെഡിസെപ്പ്
അല്ലെ? മെഡിസപ്പ് എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി ആർക്കാണ് എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കുമുള്ള എന്താണ് ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? മെഡിസപ്പ്, അല്ലെ? അപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, അവരുടെ ആശ്രിതർ അവർക്ക് ലഭ്യമാകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് പദ്ധതി. അപ്പോൾ 3 ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നിരാമയ ഇൻഷുറൻസ്, വേറൊന്ന് ഏതാണ്? കാരുണ്യ ഇൻഷുറൻസ്, വേറൊന്ന് മെഡിസപ്പ് ഇൻഷുറൻസ്, അല്ലെ? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചിരുന്നാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പദ്ധതിയിലോട്ട് വരാം. ജനനി സുരക്ഷാ യോജന. ജനനി സുരക്ഷാ യോജന, അല്ലെ? യോജന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ജനനി സുരക്ഷാ യോജന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ രാജ്യത്ത് ശിശുമരണ നിരക്ക് കുറയ്ക്കുക. രാജ്യത്ത് ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. അപ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണ ഈ പറഞ്ഞ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ സ്ത്രീകൾ എന്ത് ചെയ്യില്ല, പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാറില്ല. അവരെ വീട്ടിൽ തന്നെ ഈ പറഞ്ഞ പ്രസവം നടത്തുന്ന രീതിയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശിശുമരണ നിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും സർക്കാർ ആശുപത്രികളിലോട്ട് എന്ത് ചെയ്യുക, ആകർഷിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ധനസഹായമൊക്കെ നൽകും. അതിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഗർഭിണികളെ, അമ്മമാരെ എങ്ങോട്ട് ആകർഷിക്കുക? ആശുപത്രികളിലോട്ട് ആകർഷിക്കുക. പ്രസവത്തിനായിട്ട് ആശുപത്രികളിലോട്ട് ആകർഷിക്കുക. അതിലൂടെ ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ജനനി സുരക്ഷാ യോജന. ഇനി അത് കഴിഞ്ഞിട്ട് ഊരുമിത്രം പദ്ധതി. ഊരുമിത്രം പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഊരുമിത്രം പദ്ധതി. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനനി സുരക്ഷാ യോജന കേന്ദ്ര സർക്കാർ പദ്ധതി, ശിശുമരണ നിരക്ക് കുറയ്ക്കുക. അതുപോലെ ഊരുമിത്രം പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. എന്ത് കുറയ്ക്കുക? ശിശുമരണ നിരക്ക് കുറയ്ക്കുക. അവിടെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയും. എന്താണ്? ഗോത്രവർഗ മേഖലയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതായത് ആദിവാസി മേഖലകളിൽ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ആദിവാസി മേഖലകളിൽ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഊരുമിത്രം പദ്ധതി. ശരി, അപ്പോൾ ആ 2 പദ്ധതികൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് അമ്മത്തൊട്ടിൽ എന്ന് നിങ്ങൾക്കറിയാം. എന്താണ് അമ്മത്തൊട്ടിൽ, അല്ലെ? അതായത് ഈ പറഞ്ഞ മാതാവ് ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന, അല്ലെങ്കിൽ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ, അല്ലെ? അപ്പോൾ മാതാവ് ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ എന്ന് നിങ്ങൾക്കറിയാം. അത് കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അമ്മത്തൊട്ടിൽ നിങ്ങൾക്കറിയാം, അല്ലെ? അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യമെന്ന് പറയുന്നത് അമ്മമാരുമായിട്ട് ബന്ധപ്പെട്ട, കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. ആദ്യം നമ്മൾ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പറഞ്ഞു, പിന്നീട് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ അമ്മയും കുഞ്ഞുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയിലോട്ട് വരാം. മിഠായി എന്ന് പറയുന്ന പദ്ധതി. മിഠായി എന്ന് പറയുന്ന പദ്ധതി കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രമേഹം എന്താണ് എന്നറിയാം, അല്ലേ? പ്രമേഹം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന പ്രമേഹം ഡയബറ്റിസ് മെലിറ്റസ്. പക്ഷെ കുട്ടികളുടെ പ്രമേഹം അതല്ല. കുട്ടികളുടെ പ്രമേഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊരു പ്രമേഹമാണ്. അതിന് നമ്മൾ പറയുന്നത് ടൈപ്പ് 1 പ്രമേഹം എന്നാണ്. ടൈപ്പ് 1 പ്രമേഹം. നമ്മൾ സാധാരണ പറയുന്ന പ്രമേഹം, അതായത് ജീവിതശൈലി രോഗമായിട്ട് പറയുന്ന പ്രമേഹം, അത് ടൈപ്പ് 2 പ്രമേഹമാണ്. നമ്മൾ പൊതുവെ വീട്ടിൽ ഈ പറഞ്ഞ ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രമേഹമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് ടൈപ്പ് 2 പ്രമേഹത്തെക്കുറിച്ചാണ്. അതേസമയം കുട്ടികളിൽ ഈ പറഞ്ഞ ജന്മനാൽ തന്നെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവോ അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട തകരാറോ ഒക്കെ ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്
ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹം ജീവിതശൈലി രോഗമല്ല, ജന്മനാൽ തന്നെ കുട്ടികൾക്കുണ്ടാവും. ജീവിതശൈലി രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ ജീവിത രീതികൾ കൊണ്ട് പിന്നീട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ അത്തരം അസുഖങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ജനിക്കുമ്പോഴേ കുട്ടിക്ക് എന്തുണ്ട്? പ്രമേഹമുണ്ട്. അപ്പോൾ അതെന്തല്ല? ജീവിതശൈലി രോഗമല്ല. ആ പ്രമേഹത്തെയാണ് നമ്മൾ ടൈപ്പ് 1 പ്രമേഹം അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത്. ജുവനൈൽ ഡയബറ്റീസ് അഥവാ ടൈപ്പ് 1 പ്രമേഹം. ശരിക്കുള്ള പ്രമേഹം നമ്മൾ സാധാരണ പറയുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്, അല്ലേ? അങ്ങനെ ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളുടെ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളുടെ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മിഠായി, അല്ലേ? ടൈപ്പ് 1 പ്രമേഹ ബാധിതരായിട്ടുള്ള കുട്ടികൾക്കുള്ള കേരള സർക്കാരിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതിയാണ് അല്ലെങ്കിൽ സമഗ്ര ചികിത്സാ പദ്ധതിയാണ് മിഠായി, അല്ലേ? അപ്പോൾ അവിടെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും പരീക്ഷയ്ക്ക് ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം എന്ന് കാണും. അവിടെ ശ്രദ്ധിച്ചോണം. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന പ്രമേഹമാണ്. അതൊരു ജീവിതശൈലി രോഗമല്ല. അത് ഇൻസുലിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, ജന്മനാലുള്ള കാരണങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഏത്? ടൈപ്പ് 1 പ്രമേഹം. ജീവിതശൈലി രോഗമല്ല. ജീവിതശൈലി രോഗമായിട്ട് കാണുന്ന പ്രമേഹം ടൈപ്പ് 2 പ്രമേഹമാണ്. മിഠായി ടൈപ്പ് 1 പ്രമേഹ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് താലോലം എന്ന് പറയുന്ന പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് താലോലം പദ്ധതി. ഈ പദ്ധതി ആർക്കുള്ള പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ കുട്ടികൾക്കുള്ള പദ്ധതിയാണ്. അതായത് 18 വയസ്സിന് താഴെയുള്ള ഗുരുതരമായിട്ടുള്ള ഏതെങ്കിലും രോഗം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഏത്? താലോലം, അല്ലേ? അപ്പം താലോലം എന്ന് കേൾക്കുമ്പോഴേ അറിയാം കുട്ടിയാണ്. താലോലം കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ താലോലം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? 18 വയസ്സിന് താഴെയുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഇരിക്കുന്ന കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി. അതാണ് ഏത്? താലോലം. ഇത് പറയുമ്പോൾ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുണ്ട്, ബാൽ സ്വാസ്ഥ്യ കാര്യക്രം. ബാൽ സ്വാസ്ഥ്യ കാര്യക്രം എന്ന് പറഞ്ഞിട്ട് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുണ്ട്. ഈ കേന്ദ്ര സർക്കാർ പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതേ കാര്യം തന്നെയാണ്. 18 വയസ്സിന് താഴെയുള്ള ഏതാണ്ട് ഈ പറഞ്ഞ 30ഓളം രോഗങ്ങളാൽ വിഷമിക്കുന്ന കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഏതാണ്ട് ഒരു 30ഓളം രോഗങ്ങളാണ് ആ പട്ടികയിൽ പറയുന്നത്. അങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ബാൽ സ്വാസ്ഥ്യ കാര്യക്രം. ബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടി. ബാൽ സ്വാസ്ഥ്യ കാര്യക്രം, അല്ലെ? ജനനി സുരക്ഷാ യോജന, ശിശുമരണ നിരക്ക് കുറയ്ക്കുക, കേന്ദ്ര സർക്കാർ പദ്ധതി. ബാൽ സ്വാസ്ഥ്യ കാര്യക്രം അതായത് 18 വയസ്സിന് താഴെയുള്ള ഏതാണ്ട് 30ഓളം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ബാൽ സ്വാസ്ഥ്യ കാര്യക്രം. അതുപോലെ താലോലം പദ്ധതി 18 വയസ്സിന് താഴെയുള്ള ഒരുപാട് ഈ പറഞ്ഞ ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ആരോഗ്യ കിരണം. ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി ഇതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആരോഗ്യ കിരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? ആരോഗ്യ കിരണം. ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അർബുദം, അതുപോലെ വൃക്കാരോഗം, ഹൃദ്രോഗം, അല്ലെ? അർബുദം, വൃക്കാരോഗം, ഹൃദ്രോഗം, അല്ലെ? ഗായുടെ അമ്മാണ് വരേണ്ടത്, അവിടെ തെറ്റാണ്. ഹൃദ്രോഗം, ഗം. അപ്പോൾ ആരോഗ്യ കിരണം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. എങ്ങനെയുള്ള കുട്ടികൾ? അർബുദ രോഗം, വൃക്കാരോഗം, ഹൃദ്രോഗം ഇത് ബാധിച്ച് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത്? ആരോഗ്യ കിരണം, അല്ലേ? അപ്പോൾ 18 വയസ്സിന് താഴെ വൃക്കാരോഗം, അർബുദം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൃദ്രോഗം എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി. ആരോഗ്യ കിരണം. ഇനി അത് കഴിഞ്ഞിട്ട് സ്നേഹപൂർവം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. നല്ലൊരു പദ്ധതിയാണ് സ്നേഹപൂർവം. സ്നേഹപൂർവം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാതാവ് നഷ്ടപ്പെട്ട
അല്ലെങ്കിൽ പിതാവ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടികളുടെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പഠന സഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. ഒരുപാട് കുട്ടികൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. മാതാവ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ പിതാവ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇല്ലാത്ത, മാതാവും പിതാവും ഇല്ലാത്ത 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്താണ് പഠന സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള, സാമ്പത്തിക സഹായം ഉൾപ്പെടെയാണ്, പഠന സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അല്ലെ, മാതാവ് പിതാവ് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും നഷ്ടപ്പെട്ട കുട്ടികൾക്ക്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠന സഹായം, പഠിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് സ്പെക്ട്രം, ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തു. സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ ഓട്ടിസം ബാധിതർക്കുള്ള കേരള സർക്കാരിൻ്റെ സമഗ്ര ആരോഗ്യ പദ്ധതിയാണ്. ഓട്ടിസം ബാധിച്ചവർക്കുള്ള, ഓട്ടിസ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള കേരള സർക്കാരിൻ്റെ സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. നല്ലൊരു പദ്ധതിയാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അന്ന് ചോദിച്ചത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇത് ഇപ്പോൾ ആരോഗ്യക്ഷേമ പദ്ധതികളുടെ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. സ്പെക്ട്രം, ഏതാണ് പദ്ധതി? സ്പെക്ട്രം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് കാതോരം എന്ന് പറയുന്ന പദ്ധതി. കാതോരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ശ്രവണ വൈകല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേൾവി തകരാറ്, അല്ലെ, കേൾവിക്കുറവ്, ആ പറഞ്ഞ അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതോ പദ്ധതിയാണ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാതോരം പദ്ധതി, അല്ലെ. അപ്പോൾ ശ്രവണ വൈകല്യം, കാതോരം പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ ശ്രവണ വൈകല്യം, കുട്ടികളിലെ ശ്രവണ വൈകല്യം നേരത്തെ കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി. കുട്ടികളിൽ ശ്രവണ വൈകല്യം നേരത്തെ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? കാതോരം എന്ന് പറയുന്ന പദ്ധതി. ആ ഒരു പദ്ധതി മാത്രമല്ല, വേറൊരു പദ്ധതിയുണ്ട്, ശ്രുതി മധുരം പദ്ധതി. ശ്രുതി മധുരം പദ്ധതി. ആ ശ്രുതി മധുരം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഹിയറിംഗ് എയ്ഡുകൾ, അല്ലെ, ശ്രവണ സഹായികൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശ്രുതി മധുരം പദ്ധതി. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹിയറിംഗ് എയ്ഡുകൾ, ശ്രവണ സഹായികൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശ്രുതി മധുരം. കാതോരം എന്ന് പറയുന്നത് എന്താണ്? കാതോരം ശ്രവണ വൈകല്യം നേരത്തെ കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ശ്രുതി മധുരം എന്താണ്? ഈ ശ്രവണ വൈകല്യമുള്ളവർക്ക്, കുട്ടികൾക്ക് എന്ത് നൽകുന്നു? ശ്രവണ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിയറിംഗ് എയ്ഡുകൾ നൽകുന്ന പദ്ധതിയാണ് ഏത്? ശ്രുതി മധുരം പദ്ധതി. പക്ഷേ ഈ ശ്രവണ വൈകല്യവുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം അതല്ല, വേറൊരു ചോദ്യമാണ്. ശ്രുതി തരംഗം എന്ന് പറയുന്ന പദ്ധതിയാണ്. ശ്രുതി തരംഗം 5 വയസ്സിന് താഴെ ശ്രവണ വൈകല്യമുള്ള, അല്ലെ, 5 വയസ്സിന് താഴെ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശക്തി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പദ്ധതി, അല്ലെ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഏത്? കോക്ലിയ. ആന്തരകർണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കോക്ലിയ. ശ്രവണം എന്ന് പറയുന്ന പ്രക്രിയയിൽ കോക്ലിയ എന്ന് പറയുന്ന ഈ ഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ശ്രവണ വൈകല്യം 5 വയസ്സിന് താഴെയുള്ള ശ്രവണ വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ ശേഷി തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? ശ്രുതി തരംഗം പദ്ധതി. 5 വയസ്സിന് താഴെ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ എന്ത്? ശ്രവണ ശക്തി ഉണ്ടാക്കി നൽകുക. അതാണ് ഏത് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശ്രുതി തരംഗം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രവണശക്തിയുമായി ബന്ധപ്പെട്ട്, കുട്ടികളുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒന്നാണ് ശ്രുതി തരംഗം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പദ്ധതിയുണ്ട്, ധ്വനി എന്ന് പറയുന്ന പദ്ധതി. ധ്വനി എന്ന് പറയുന്ന പദ്ധതി കേൾക്കുമ്പോൾ അറിയാം ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് ഈ പറഞ്ഞ ശ്രവണ വൈകല്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ധ്വനി എന്ന് പറയുന്ന പദ്ധതി നമ്മളിപ്പോൾ പറഞ്ഞു, കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവിശക്തി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞു, അല്ലെ. ഏതാണ് ആ പദ്ധതിയുടെ പേര്? നമ്മൾ പറഞ്ഞു ശ്രുതി തരംഗം, അല്ലെ. അങ്ങനെ ശ്രുതി തരംഗം പദ്ധതിയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അത് നടത്തുന്നത്. പിന്നീട് അതിൻ്റെ തുടർ ചികിത്സ അല്ലെങ്കിൽ തുടർ സഹായം
ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി. ശ്രുതി തരംഗം കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിന് നല്ല ചെലവുള്ള ഈ പറഞ്ഞൊരു പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് പിന്നീട് ഈ പറഞ്ഞ തുടർ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? ധ്വനി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ പരീക്ഷയുടെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രവണ വൈകല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞിട്ട് കാതോരം എന്ന് തരും, ശ്രുതി തരംഗം എന്ന് തരും, ശ്രുതി മധുരം എന്ന് തരും, ധ്വനി എന്ന് തരും. ഇതിലേതാണ് പദ്ധതി എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ശ്രുതി തരംഗം അറിയാമായിരിക്കും, അല്ലെങ്കിൽ കാതോരം അങ്ങനെയാണെന്നൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ഉത്തരം എഴുതണമെങ്കിൽ ഈ പദ്ധതികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ശ്രവണവുമായി ബന്ധപ്പെട്ട് കേൾവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഈ പദ്ധതികൾ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. അപ്പോൾ പദ്ധതികൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് കാതോരം പദ്ധതി പറഞ്ഞു. കാതോരം പദ്ധതി ശ്രവണ വൈകല്യം നേരത്തെ കണ്ടെത്തി പരിഹരിക്കാനുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞു. ശ്രുതി മധുരം പദ്ധതി, ശ്രുതി തരംഗം പദ്ധതി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തുടർ ചികിത്സാ പദ്ധതിയുടെ കാര്യം കൂടി പറഞ്ഞു, ധ്വനി പദ്ധതി. അപ്പോൾ ഇത് ശ്രവണശക്തിയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. ഇനി കുട്ടികളുടെ നേത്ര ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയിലോട്ട് വരാം. ആ പദ്ധതിയാണ് മിഴി പദ്ധതി. എന്താണ്? മിഴി. മിഴി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങൾ, എയ്ഡഡ് സ്കൂളുകൾ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ എന്ത് നടത്തുന്നു? നേത്ര പരിശോധന നടത്തുന്നു. ആ നേത്ര പരിശോധനയിൽ നേത്രവൈകല്യം കാണുന്നവർക്ക് അതിനുള്ള ചികിത്സയും സൗജന്യ കണ്ണടയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഏത്? മിഴി പദ്ധതി. അപ്പോൾ മിഴി പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് സർക്കാർ സ്കൂളുകൾ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ എന്താണ്? നേത്ര പരിശോധന നടത്തി അവർക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട ചികിത്സ അല്ലെങ്കിൽ സൗജന്യ കണ്ണട നൽകുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്ന പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് നേർക്കാഴ്ച എന്ന് പറയുന്ന പദ്ധതി. നേർക്കാഴ്ച മിഴി എന്ന് പറയുന്ന പദ്ധതി കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നേർക്കാഴ്ച എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര നേത്ര സംരക്ഷണ പദ്ധതി എന്ന് പറയാൻ പറ്റും. സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര നേത്ര ആരോഗ്യ സംരക്ഷണ പദ്ധതി എന്ന് പറയാനായിട്ട് പറ്റുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച. അതായത് എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന നടത്തി സൗജന്യ കണ്ണടകൾ ലഭ്യമാക്കുന്ന പദ്ധതി. അതായത് കുടുംബങ്ങളിലെ ആൾക്കാർക്ക്, ഒരു കുടുംബത്തിലെ ആൾക്കാർക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തി കണ്ണട നൽകുന്ന, സൗജന്യമായിട്ട് കണ്ണട നൽകുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച പദ്ധതി. അപ്പോൾ മിഴി പദ്ധതി എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന, നേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, നേത്രാരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് മിഴി പദ്ധതി. അത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നേത്ര പരിശോധന നടത്തുന്നു, അർഹരായവർക്ക് എന്ത് നൽകുന്നു? സൗജന്യ കണ്ണട നൽകുന്നു, ചികിത്സ നൽകുന്നു. അതുപോലെ സംസ്ഥാനത്ത് പൊതുവിൽ ഈ പറഞ്ഞ നേത്ര പരിശോധന നടത്തി അർഹരായവർക്ക് സൗജന്യ ചികിത്സയും കണ്ണടയും നൽകുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച പദ്ധതി. നേർക്കാഴ്ച പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് ഹൃദ്യം പദ്ധതി. ഒരുപാട് ഉപകാരമുള്ള ഒരു പദ്ധതിയാണ്. ഒരുപാട് പേര് ഈ പദ്ധതി ഉപകാരപ്പെടുത്തുന്നുമുണ്ട്. അതായത് ഈ പദ്ധതി ഹൃദ്യം പദ്ധതി ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. ഹൃദ്യം എന്ന് പറയുമ്പോൾ ഹൃദയം എന്ന് നമുക്ക് എടുക്കാം. ഹൃദ്യം, ഹൃദയം. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജന്മനാൽ ഏതെങ്കിലും തരത്തിൽ ഹൃദയ വൈകല്യമുള്ളവർ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ജന്മനാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുള്ളവർക്ക്, അതായത് 18 വയസ്സിന് താഴെ ജന്മനാൽ ഹൃദയ സംബന്ധമായ തകരാറുള്ളവർക്ക് സൗജന്യ ഹൃദയ ചികിത്സ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏത് പദ്ധതി? ഹൃദ്യം പദ്ധതി. ഒരുപാട് ഉപകാരമുള്ള പദ്ധതിയാണ്. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൃദ്യം പദ്ധതി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള
ജന്മനാൽ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ശരി, അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ബാലമിത്ര എന്ന് പറയുന്ന പദ്ധതി. ബാലമിത്ര എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതി എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര പദ്ധതി. അതായത് കുഷ്ഠരോഗം പെട്ടെന്ന് കണ്ടെത്തി സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി. കുഷ്ഠരോഗം കണ്ടെത്തി അർഹരായവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? ബാലമിത്ര പദ്ധതി. കുഷ്ഠരോഗം പെട്ടെന്ന് കണ്ടെത്തി അർഹരായവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? ബാലമിത്ര എന്ന് പറയുന്ന പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയുണ്ട്, അശ്വമേധം പദ്ധതി. അശ്വമേധം പദ്ധതി. അശ്വമേധം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2030 കേരളത്തിൽ കുഷ്ഠരോഗം പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ള രീതിയിൽ നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. ഏതാണ്? അശ്വമേധം പദ്ധതി. അപ്പോൾ ബാലമിത്ര എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ കുട്ടികളിലെ കുഷ്ഠരോഗം അത് നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര പദ്ധതി. 2030 കേരളത്തിൽ കുഷ്ഠരോഗം പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. അപ്പോൾ അശ്വമേധമായാലും ബാലമിത്രയായാലും കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് അക്ഷയ കേരളം പദ്ധതി? അക്ഷയ കേരളം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. ക്ഷയരോഗം പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ഏത്? ക്ഷയരോഗം, അല്ലെ? ആ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡോട്ട് ചികിത്സ. DOT, ഡയറക്ട്ലി ഒബ്സർവ്ഡ് തെറാപ്പി. ഡയറക്ട്ലി ഒബ്സർവ്ഡ് തെറാപ്പി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? അപ്പോൾ അക്ഷയ കേരളം പദ്ധതി എന്തിനാണ് എന്ന് ചോദിച്ചാൽ ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് അക്ഷയ കേരളം പദ്ധതി. 2030 കുഷ്ഠരോഗം പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. ഇതേതാണ്? അക്ഷയ കേരളം പദ്ധതി. ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് നല്ലൊരു പോയിന്റാണ്, നല്ലൊരു പദ്ധതിയാണ് ആശാധാര പദ്ധതി. എന്താണ്? ആശാധാര പദ്ധതി. ആശാധാര പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ ഹീമോഫീലിയ, അതുപോലെ സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ പോലുള്ള രക്തജന്യ രോഗങ്ങൾ. ഇതൊക്കെ രക്തജന്യ രോഗങ്ങളാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ പോലെയുള്ള രക്തജന്യ രോഗങ്ങളുള്ളവർക്കുള്ള സൗജന്യ അല്ലെങ്കിൽ സമഗ്ര ആരോഗ്യ പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ആശാധാര. നല്ലൊരു പദ്ധതിയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. ആശാധാര പദ്ധതി. ആശാധാര പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ പോലെയുള്ള രക്തജന്യ രോഗങ്ങളുള്ളവർ. അവരാണ് ഈ പറഞ്ഞ ആശാധാര പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അതിൽ ഹീമോഫീലിയ പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഈ ഭാഗത്ത് ശ്രദ്ധിച്ചോണം. എമിസിസുമാബ് ട്രീറ്റ്മെൻറ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എമിസിസുമാബ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചക്ഷൻ കൂടിയാണ്. എമിസിസുമാബ് ട്രീറ്റ്മെൻറ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹീമോഫീലിയ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹീമോഫീലിയ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കിയിട്ടുള്ള ഏക സംസ്ഥാനമാണ് കേരളം. ഹീമോഫീലിയ രോഗികൾക്ക് എമിസിസുമാബ് സൗജന്യ ചികിത്സ ഏർപ്പെടുത്തിയിട്ടുള്ള ഏക സംസ്ഥാനമാണ് കേരളം എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ ആശാധാര എന്ന് പറയുന്ന
പദ്ധതി. ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ പോലെയുള്ള രക്തജന്യ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള പദ്ധതിയാണ് ആശാധാര. അതിൽ ഹീമോഫീലിയ ആണുങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമാണ്. ഹീമോഫീലിയ സ്ത്രീകളെ ബാധിക്കുന്ന രോഗമല്ല, ആണുങ്ങളെ മാത്രം ബാധിക്കുന്ന രോഗമാണ്. ഹീമോഫീലിയ രോഗബാധിതർക്ക് സമ്പൂർണ്ണ ചികിത്സ, സൗജന്യ ചികിത്സ, അല്ലെ, ആ ചികിത്സ ഉറപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്നുകൂടി ഓർക്കണം. മനസ്സിലായോ? അത് 18 വയസ്സിന് താഴെയുള്ളവർക്കാണ്. 18 വയസ്സിന് താഴെയുള്ള ഹീമോഫീലിയ ബാധിതരായിട്ടുള്ളവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പദ്ധതിയിലോട്ട് വരാം. സമാശ്വാസം എന്ന് പറയുന്ന പദ്ധതി. സമാശ്വാസം എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ പല ഉപപദ്ധതികളുമുണ്ട്. അപ്പോൾ അത് സമാശ്വാസം 1, സമാശ്വാസം 2, സമാശ്വാസം 3, സമാശ്വാസം 4. അങ്ങനെ ഈ പറഞ്ഞ സമാശ്വാസം പദ്ധതി എന്ന് പറയുമ്പോൾ 4 പദ്ധതികളുണ്ട്. സമാശ്വാസം 1, സമാശ്വാസം 2, സമാശ്വാസം 3, സമാശ്വാസം 4. അല്ലെങ്കിൽ ഒരു പദ്ധതിയുടെ ഉപവിഭാഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ സമാശ്വാസം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് BPL വിഭാഗമാണ്. സമാശ്വാസം പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയാം, BPL വിഭാഗം. ആരാണ്? BPL വിഭാഗം, അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പദ്ധതി എന്താണ്? BPL വിഭാഗക്കാർക്കുള്ള പ്രതിമാസ ധനസഹായം. BPL വിഭാഗക്കാർക്കുള്ള പ്രതിമാസ ധനസഹായം, അല്ലേ? അതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ സമാശ്വാസം 1, 2, 3, 4 ആൾക്ക് ലഭിക്കുന്ന എന്താണ്? പ്രതിമാസ ധനസഹായമാണ്. അതിൽ സമാശ്വാസം 1 വരുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയമാകേണ്ട BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിമാസം ധനസഹായം ലഭിക്കും. അതാണ് സമാശ്വാസം 1. അപ്പോൾ സമാശ്വാസം 1 ഗുണഭോക്താവ് BPL വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് പ്രതിമാസം എന്താണ്? ഈ പറഞ്ഞ 1100 രൂപ സർക്കാർ ധനസഹായം ലഭിക്കും. അതാണ് ഏത് പദ്ധതി? സമാശ്വാസം 1 എന്ന് പറയുന്ന പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് സമാശ്വാസം 2, വൃക്ക, കരൾ മാറ്റിവെക്കൽ പോലുള്ള ശസ്ത്രക്രിയക്ക് വിധേയമാകുന്ന BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിമാസം ധനസഹായം ലഭിക്കും. അതാണ് സമാശ്വാസം 2 എന്ന് പറയുന്ന പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് സമാശ്വാസം 3 എന്ന് പറയുന്ന പദ്ധതിയിൽ വരുന്നത് ഹീമോഫീലിയ ബാധിതരായിട്ടുള്ള ആൾക്കാർ. ഹീമോഫീലിയ ബാധിതരായിട്ടുള്ള ആൾക്കാർക്ക്, BPL വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പ്രതിമാസം സാമ്പത്തിക സഹായം ലഭിക്കും. അതാണ് സമാശ്വാസം 3. ഇനി അത് കഴിഞ്ഞിട്ട് സമാശ്വാസം 4 പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ, അരിവാൾ രോഗം ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. പക്ഷെ അരിവാൾ രോഗം നമുക്കറിയാം, അരിവാൾ രോഗം എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ രോഗമാണ്, ഒരു രക്തജന്യ രോഗമാണ്. അത് ഈ പറഞ്ഞ ഗോത്രവർഗ വിഭാഗക്കാർക്കിടയിൽ കാണുന്ന രോഗമാണ്. ഏത്? അരിവാൾ രോഗം. ഇവിടെ സമാശ്വാസം 4 പറയുന്ന കാര്യം, ഗോത്രവർഗ ഇതര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്താണ്? അരിവാൾ രോഗമുണ്ട് എങ്കിൽ അവർക്ക് പ്രതിമാസം എന്ത് ലഭിക്കും? ഈ പറഞ്ഞ ഒരു ധനസഹായം സർക്കാരിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഗോത്രവർഗ ഇതര വിഭാഗക്കാർക്ക് അരിവാൾ രോഗം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് പ്രതിമാസം സാമ്പത്തിക സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും. അതാണ് ഈ പറഞ്ഞ സമാശ്വാസം 4 പദ്ധതിയിൽ വരുന്നത്. അപ്പോൾ സമാശ്വാസം 1, 2, 3, 4. ശരി, അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ആശ്വാസ കിരണം എന്ന് പറയുന്ന പദ്ധതി നല്ലൊരു പദ്ധതിയാണ്. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്, അല്ലെ? കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ഏത്? ആശ്വാസ കിരണം, അല്ലെ? കിടപ്പ് രോഗികളുണ്ട് എങ്കിൽ ഒരു പണിക്കും പോകാനായിട്ട് പറ്റത്തില്ല, അല്ലെ? അപ്പോൾ അവരെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ഏത്? ആശ്വാസ കിരണം. അതേസമയം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ആശാകിരണം? ആശാകിരണം എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. സംസ്ഥാനത്തെ ആശാ വർക്കർമാർ കേട്ടിട്ടുണ്ടല്ലോ, ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. ഇതെന്താണ്? ആശ്വാസകിരണം,
അല്ലേ? അപ്പോൾ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ലഭിക്കുന്ന പെൻഷനാണ് ഏതെന്ന് പറയുന്നത്, അതാണ് ഏത്, ആശ്വാസകിരണം. അതേസമയം ഞാനിപ്പോൾ പറഞ്ഞു ആശാകിരണം എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് ആണ്. ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് ആണ് ഏത്, ആശാകിരണം, അല്ലെ? ആശ എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ആശ, ASHA, അക്രഡിറ്റഡ്. എന്താണ്? അക്രഡിറ്റഡ്. സോഷ്യൽ, ഹെൽത്ത്, ആക്ടിവിസ്റ്റ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് ആശ എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം. ആശ എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. ഇതൊരു പദ്ധതിയാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം. അപ്പോൾ ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. എന്താണ് സാന്ത്വനം പദ്ധതി എന്ന് ചോദിച്ചാൽ എന്താണ്, കിടപ്പ് രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതി. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന സർക്കാർ പദ്ധതിയാണ് ഏത്, സാന്ത്വനം, അല്ലെ? കിടപ്പ് രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന സർക്കാർ പദ്ധതിയാണ് സാന്ത്വനം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം, അല്ലെ? അപ്പോൾ അത് രണ്ടും ശ്രദ്ധിച്ച് വയ്ക്കണം. അപ്പോൾ സാന്ത്വനമുണ്ട്, ആശ്വാസകിരണമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആശാകിരണം വേറെയുണ്ട്, മാറിപ്പോകരുത്. ആശാകിരണം ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. ജീവിതശൈലി രോഗങ്ങൾ, അല്ലെ? ആ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുടെ നിർണയം നടത്തുക, അതിനുള്ള ചികിത്സ ഉറപ്പാക്കുക. ഇതാണ് ഏതിലൂടെ ഉദ്ദേശിക്കുന്നത്, അമൃതം ആരോഗ്യം പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമൃതം ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് ആദ്യം വരണം. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയവും അതിനുള്ള ചികിത്സയും ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ കൂടി ഓർമ്മ വരണം. എന്താണ്? ശൈലി ആപ്ലിക്കേഷൻ. ശൈലി ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്? ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ശൈലി ആപ്ലിക്കേഷൻ. ഈ കുറച്ച് കാലത്തിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലൊക്കെ ആശാ പ്രവർത്തകർ വന്നിട്ടുണ്ടാവും. 30 വയസ്സിന് മുകളിലുള്ള, അല്ലെ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നത് ആർക്കാണ്? 30 വയസ്സോ അതിന് മുകളിലോ ഉള്ളവർക്കാണ് ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ വിവരങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടാവും. പുകവലിക്കുമോ, മദ്യപിക്കുമോ, എന്തെല്ലാം ദുശീലങ്ങളുണ്ട്, ഡയബറ്റീസ് ഉണ്ടോ, പ്രഷർ ഉണ്ടോ, ഇതൊക്കെ ഈ പറഞ്ഞ വന്ന് തിരക്കിയിട്ടുണ്ടാവും. അതെല്ലാം ഈ പറഞ്ഞ എന്താണ് ശൈലി ആപ്പിലോട്ട് വേണ്ടിയിട്ടുള്ള എന്താണ് ഡാറ്റയാണ്, വിവരങ്ങൾ അവരെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ശൈലി ആപ്പ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ആപ്ലിക്കേഷനാണ് ഏത്, ശൈലി ആപ്ലിക്കേഷൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. സൗജന്യ ആരോഗ്യ നിർണയം, അതായത് ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കാനും ഉണ്ടെങ്കിൽ സൗജന്യ ചികിത്സ ഉറപ്പ് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ് പറഞ്ഞത് ഏതാണ്, ശൈലി ആപ്പ്. ഏതാണ്? ശൈലി ആപ്പ്. അടുത്തത് ആശ്വാസ നിധി. അല്ലെ? നിധി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ധനസഹായമാണ്. നിധി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ധനസഹായമാണ്. ആർക്കാണ് ആശ്വാസ നിധി ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക്, ഗാർഹിക പീഡനങ്ങൾക്ക്, അതുപോലെ തന്നെ സ്ത്രീധന പീഡനത്തിന്, ആസിഡ് ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുള്ള വനിതകൾക്ക് സർക്കാർ സംരക്ഷണം നൽകുന്നു. ആ പദ്ധതിയാണ് ഏത്, ആശ്വാസ നിധി. അപ്പോൾ ആശ്വാസ നിധി എന്ന് പറയുന്ന പദ്ധതി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആശ്വാസ നിധി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. എങ്ങനെയുള്ള വനിതകൾ? ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം,
ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, ആസിഡ് ആക്രമണം, അങ്ങനെയുള്ള ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്ന അല്ലെങ്കിൽ അതിന് വിധേയമാക്കപ്പെട്ട വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ സംരക്ഷണ പദ്ധതിയാണ്, കരുതൽ പദ്ധതിയാണ്, സഹായ പദ്ധതിയാണ് ഏത് ആശ്വാസ നിധി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു വന്ന വനിതകൾ എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. സ്നേഹക്കൂട് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. നിങ്ങൾ ഊളംപാറ എന്ന് കേട്ട് കാണും, പേരൂർക്കട ഊളംപാറ എന്നൊക്കെ കേട്ട് കാണും, കോഴിക്കോട് ഊളംപാറയുണ്ട്, പേരൂർക്കടയിൽ ഈ പറഞ്ഞൊരു മാനസികാരോഗ്യ ആശുപത്രിയുണ്ട്, കോട്ടക്കൽ ഈ പറഞ്ഞ ഒരു മാനസികാരോഗ്യ ആശുപത്രിയുണ്ട് അങ്ങനെയുള്ള മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചിത്തഭ്രമം ബാധിച്ച് അവിടെ കഴിയുന്ന ആൾക്കാർ പിന്നീട് ഈ പറഞ്ഞ സുഖം പ്രാപിച്ച് പുറത്തു വരും. അങ്ങനെ പുറത്തു വരുന്ന ആൾക്കാരെ ചിലപ്പോൾ ഈ പറഞ്ഞ വീട്ടുകാർ ചിലപ്പോൾ ഏറ്റെടുത്തു എന്ന് വരത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഏത്? അതാണ് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. ഇവിടെ ഒരു ഹ ഇല്ല, സ്നേഹക്കൂട്. അപ്പോൾ സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ് അവിടെ നിന്ന് സുഖം പ്രാപിച്ചു വരുന്ന ആൾക്കാരെ ഏറ്റെടുക്കാൻ ആരുമില്ല എങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. നമ്മൾ നേരത്തെ സ്നേഹപൂർവം എന്ന് പറയുന്ന പദ്ധതി പഠിച്ചു. അതിൽ ഉദ്ദേശിച്ച കാര്യം എന്താണ്? മാതാവ് നഷ്ടപ്പെട്ട, പിതാവ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മാതാവും പിതാവും നഷ്ടപ്പെട്ട 18 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ട സഹായം. അതാണ് സ്നേഹപൂർവം എന്ന് പറയുന്ന പദ്ധതി. ഇത് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്ന ആൾക്കാർ, അവരെ ഏറ്റെടുക്കാൻ ആളില്ല എങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് ആരോഗ്യ ജാഗ്രത എന്ന് പറയുന്ന പദ്ധതി. ആരോഗ്യ ജാഗ്രത എന്ന് പറയുന്ന പദ്ധതി പകർച്ചവ്യാധികൾ തടയാനുള്ള അതിനെ നിയന്ത്രിക്കുക, തടയുക, ആ ലക്ഷ്യത്തോടു കൂടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത പദ്ധതി. പകർച്ചവ്യാധികൾ തടയുക, നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വിമുക്തി എന്ന് പറയുന്ന പദ്ധതി കുറച്ച് നേരത്തെയുള്ള പദ്ധതിയാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ് വിമുക്തി പദ്ധതി. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം. അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏത്? വിമുക്തി പദ്ധതി. അപ്പോൾ വിമുക്തി പദ്ധതിയിലൂടെ ലഹരി പദാർത്ഥങ്ങൾക്ക് എതിരെയുള്ള ബോധവൽക്കരണം, അതിൻ്റെ അപകടം അത് ഉപയോഗിക്കുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് വിമുക്തി പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ചും എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ നടപ്പിലാക്കിയിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഏത്? വിമുക്തി പദ്ധതി. ബോധവൽക്കരണമാണ് എന്ന് ഓർക്കുക. ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് എന്ന് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി. ഈ അടുത്ത കാലത്ത് UDF സർക്കാർ വന്നതിന് ശേഷമുള്ള പദ്ധതിയാണ് ഏത്? തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി. തൂഫാൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലഹരി പദാർത്ഥങ്ങളുടെ വിതരണം, ഉപഭോഗം, അതിൻ്റെ ഈ പറഞ്ഞ ശൃംഖലകൾ തകർക്കുക, അത് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയും നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കി വരുന്ന പദ്ധതി. പോലീസ് വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ അല്ലെങ്കിൽ തൂഫാൻ പദ്ധതി. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ വിതരണം, അതിൻ്റെ ഉപഭോഗം, അതിൻ്റെ ശൃംഖലകളെ തകർക്കുക, ഇല്ലാതാക്കുക, പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന പോലീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ലഹരി വിരുദ്ധ പദ്ധതിയാണ് ഏത്? തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് തണ്ടർ എന്ന് പറയുന്ന പദ്ധതി. തണ്ടർ എന്ന് പറയുന്ന പദ്ധതിയും ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ്. എക്സൈസ് വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ എക്സൈസ് വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഏത്? തണ്ടർ. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ
അതിൻ്റെ ഉപഭോഗം, അതിൻ്റെ വിതരണം, അതിനെതിരെ പോലീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? തൂഫാൻ, അല്ലെ? തൂഫാൻ. ഇനി അത് കഴിഞ്ഞിട്ട് നേർവഴി എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. നേർവഴി എന്ന് പറയുന്ന പദ്ധതി ലഹരിക്ക് അടിമപ്പെട്ട, കൗൺസിലിങ്ങിന് വിധേയമാക്കപ്പെട്ട, പിന്നീട് അതിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്, അല്ലെ? ഒരു കാലഘട്ടത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടവർ കൗൺസിലിങ്ങിന് വിധേയമാവുകയും പിന്നീട് ഈ പറഞ്ഞ സുഖം പ്രാപിക്കുകയും ചെയ്യും. അതായത് ലഹരിയിൽ നിന്ന് മോചനം നേടി വരുന്ന ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നേർവഴി, അല്ലെ? അപ്പോൾ വിമുക്തി എന്ന് പറയുന്നത് ബോധവൽക്കരണമാണ്. ഇവിടെ ഇപ്പോൾ നേർവഴി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരുടെ പുനരധിവാസമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്. തണ്ടർ എന്ന് പറഞ്ഞതും തൂഫാൻ എന്ന് പറഞ്ഞതും ലഹരിക്കെതിരെയുള്ള പദ്ധതികളാണ്, പ്രവർത്തനങ്ങളാണ്. അത് എക്സൈസ് വകുപ്പ് നടത്തുന്നു തണ്ടർ, അതേസമയം പോലീസ് വകുപ്പ് നടത്തുന്നു തൂഫാൻ, അല്ലെ? അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പദ്ധതി വിവാ കേരളം പദ്ധതി. വിവാ കേരളം പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിളർച്ച വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. വിളർച്ച, അനീമിയ എന്ന് നമ്മൾ പറയും, അല്ലെ? അനീമിയ, വിളർച്ച വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം പദ്ധതി. വിവാ കേരളം പദ്ധതി. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിവാ കേരളം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ വിളർച്ച വിമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ മൈലപ്ര പഞ്ചായത്താണ്. മൈലപ്ര പഞ്ചായത്ത് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ എന്താണ് വിവാ കേരളം പദ്ധതി? വിവാ കേരളം പദ്ധതി കേരളത്തെ വിളർച്ചാ മുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് വിവാ കേരളം പദ്ധതി. വിവാ കേരളം പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ആദ്യത്തെ വിളർച്ചാ വിമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചായത്ത് പത്തനംതിട്ടയിലെ മൈലപ്ര പഞ്ചായത്താണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ജീവശാസ്ത്ര ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്തും ചോദിക്കും. എന്തായാലും ഇത് ഈ പറഞ്ഞ പല രീതിയിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗുണപ്പെടും. അപ്പോൾ ഇതിനകത്ത് പറയാൻ പറ്റാതായി പോയ കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലതൊക്കെ വിട്ടുപോകും, അങ്ങനെ വല്ലതും ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നോട്ടിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഈ കണ്ടന്റ് എല്ലാം ആസ്ഥ അക്കാഡമി ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ജീവശാസ്ത്രം എന്ന് പറയുന്ന പ്രത്യേകം പുസ്തകം, ജീവശാസ്ത്രത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ആ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത്രയും നേരം ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളടുത്ത് സംസാരിച്ചു. നിങ്ങൾ വേറെ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. ആ ക്ലാസ്സുകൾ കേട്ടതിനേക്കാൾ ഗുണം ഈ ക്ലാസ് കേട്ടത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യുന്നതിന് അത്തരം പ്രോത്സാഹനങ്ങൾ ഞങ്ങളെ സഹായിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.